നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റിനെതിരെയുള്ള കള്ളപ്പണ കേസിൽ ഇഡി അന്വേഷണം പത്തനംതിട്ട എം പി ആന്റോ ആന്റണിയിലേക്ക് എത്തും. ആന്റോ ആന്റണിക്ക് 2019 2 കോടി കൈമാറിയെന്ന നെടുമ്പറമ്പിൽ ഉടമ എൻ.എം. രാജുവിന്റെ വെളിപ്പെടുത്തലിൽ ആന്റോ ആന്റണിയെ ചോദ്യം ചെയ്യും. കൈമാറിയ തുക കുറ്റകൃത്യത്തിൽ നിന്നുള്ള പണമായി കണക്കാക്കേണ്ടി വരും എന്നുള്ള വിലയിരുത്തലാണ് ഇഡി. എസ് രാഗിനാണ് വിവരങ്ങളുമായി ചേർന്നത്. രാഗിൻ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനെ ഒരു ആരോപണം ആ ഉടമ മുന്നിലേക്ക് വെക്കുന്നത്. അത് കഴിഞ്ഞ് ആന്റോ ആന്റണി ഇതെല്ലാം നിരസിച്ചുകൊണ്ട് മുന്നിലേക്ക് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇങ്ങനെ ഒരു സംഭവം വന്നതോടുകൂടി, പ്രത്യേകിച്ച് ഇഡിയുടെ കേസിൽ ഇഡി പരിശോധനയിൽ നിൽക്കുന്ന നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റുമായി ബന്ധപ്പെട്ടുള്ളൊരു കാര്യമാകുമ്പോൾ അങ്ങനെ ഒരു അന്വേഷണം വരുമോ എന്നുള്ളൊരു സംശയം കഴിഞ്ഞ ദിവസം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇഡി ആ നീക്കങ്ങളിലേക്ക് കടക്കുകയാണ്. എന്താണ് വിവരങ്ങൾ? നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റുമായി ബന്ധപ്പെട്ട നിക്ഷേപ തട്ടിപ്പിലെ കള്ളപ്പണ കേസിൽ പത്തനംതിട്ട എം പി ആന്റോ ആന്റണിയെ ചോദ്യം ചെയ്യേണ്ടി വരും എന്ന നിലപാടിൽ തന്നെയാണ് ഇഡി. അതിനുള്ള നടപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ തന്നെ ഈ നെടുമ്പറമ്പിലിന്റെ ഉടമ എൻ.എം. രാജു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. ആ വാർത്താ സമ്മേളനം നടത്തിയതിൽ 2 കാര്യമാണ്. ഒന്ന്, ഈ പറയുന്ന ആന്റോ ആന്റണി എം പിക്ക് 2019 കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെയും മറ്റും ഭാഗമായി 2 കോടിയോളം രൂപ പലിശയ്ക്ക് നൽകിയിരുന്നു. അതിനുശേഷം ഏകദേശം 20 ലക്ഷത്തോളം രൂപ മാത്രമാണ് മടക്കി നൽകിയത്. പലതവണ പറഞ്ഞിട്ടും നൽകിയില്ല എന്ന കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്ത്രിക്ക് തന്റെ ബാങ്കിൽ അക്കൗണ്ട് ഇല്ല എന്ന കാര്യവും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അത്തരം വിവരങ്ങളും അത്തരം ആരോപണങ്ങളും ഈ തന്ത്രിയുമായി ബന്ധപ്പെട്ട് നിഷേധിക്കുകയും ചെയ്തിരുന്നു. അടക്കം ഇഡിയുടെ മുന്നിലേക്ക് വരികയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ആന്റോ ആന്റണി എം പിക്ക് പണം കൊടുത്തു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇഡി കണക്കാക്കുക, അതായത് കുറ്റകൃത്യത്തിൽ നിന്നുള്ള പണമാണ് ആ കൈമാറിയിരിക്കുന്നതെന്ന നിഗമനത്തിലും വിലയിരുത്തലിലും ആണ് ഇഡി ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എം പിയെ ചോദ്യം ചെയ്യേണ്ടതായിട്ട് വരും. ഇതിൽ ആദ്യഘട്ട നടപടി എന്ന് പറയുന്നത് എൻ.എം. രാജുവിനെ അടക്കം വിശദമായി ചോദ്യം ചെയ്യും, സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തും. അതിനുശേഷം ഈ സ്റ്റേറ്റ്മെന്റ്, ഇപ്പോൾ മാധ്യമങ്ങളിലൂടെയാണ് ഈ ആരോപണം പ്രധാനമായും പങ്കുവച്ചിരിക്കുന്നത് എൻ.എം. രാജു, അത് സ്റ്റേറ്റ്മെന്റായി രേഖപ്പെടുത്തണം. അതിന് എവിഡൻഷ്യൽ വാല്യൂവും ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ എം പിയെ ചോദ്യം ചെയ്യാനാണ് നീക്കം. മാത്രമല്ല, എം പി ആന്റോ ആന്റണി ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു ഇതിന് മറുപടി പറയാൻ. അതിൽ പണം സ്വീകരിച്ചിരുന്നു എന്ന കാര്യം പറയുന്നുണ്ട്. പക്ഷെ അത് എത്ര, എങ്ങനെ എന്നുള്ള കാര്യം വ്യക്തതയില്ല. മറിച്ച് അത് തിരികെ നൽകി എന്ന കാര്യമാണ് പറയുന്നത്. പക്ഷെ അത് തെളിയിക്കേണ്ട ബാധ്യതയടക്കം എം പിയിൽ നിക്ഷിപ്തമായി വരികയാണ്. കൊടുത്തു എന്നൊരു കാര്യം ഒരാൾ സമ്മതിക്കുന്നു, വാങ്ങി എന്നൊരു സമ്മതിക്കുന്നു. അത് മടക്കി കൊടുത്തു എന്ന് പറയുമ്പോൾ അത് സ്ഥിരീകരിക്കപ്പെടേണ്ട കാര്യം, അല്ലെങ്കിൽ അത് തെളിയിക്കേണ്ട ബാധ്യത കൂടി എം പിയിലേക്ക് വരികയാണ്. അതോടൊപ്പം ഈ പണം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ ഈ എം പി ചെയ്തിട്ടുണ്ടാകണം, ആന്റോ ആന്റണി ചെയ്തിട്ടുണ്ടാകും. ഒന്ന്, അത് തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കണക്കിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ടാകണം. അത്തരം കാര്യങ്ങളിലേക്ക് കൂടി പരിശോധന സ്വാഭാവികമായിട്ടും പോകും. അതോടൊപ്പം ഇനി വ്യക്തിപരമായിട്ടാണ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പണം വാങ്ങിയതിന് IT റിട്ടേൺ അടക്കം ഫയൽ ചെയ്തിട്ടുണ്ടാകണം. ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മുന്നിലേക്ക് വരികയാണ്. ഇതിൽ വിശദമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തലും ചോദ്യം ചെയ്യലും ഉണ്ടാകും. നോട്ടീസ് നൽകി വിളിപ്പിക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇതോടൊപ്പം തന്ത്രിക്ക് തന്റെ ബാങ്കിൽ അക്കൗണ്ട് ഇല്ല എന്ന കാര്യവും ഈ എൻ.എം. രാജു പറഞ്ഞിട്ടുണ്ട്. തന്ത്രിയെ കണ്ടിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇഡി നേരത്തെ റെയ്ഡ് ചെയ്ത ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തിരുന്നു. അപ്പോഴും ചില മറുപടികൾ ഈ ഉടമകളുമായി ബന്ധപ്പെട്ട ആളുകൾ പങ്കുവച്ചിരുന്നു. എന്തായാലും അതിലും കുറെ കൂടി വെരിഫിക്കേഷൻ ഉണ്ടാകുമെന്നാണ് ഇഡി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ, അതായത് ഈ നിക്ഷേപ തട്ടിപ്പിൽ നേരത്തെ കേസെടുക്കുകയാണെങ്കിലും ഈ അടുത്ത സമയത്താണ് പരിശോധന റെയ്ഡ് നടന്നത്. അതിന് ഇത്തരം വിവരങ്ങൾ, അതായത് തന്ത്രിക്ക് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെന്നടക്കമുള്ള വിവരങ്ങൾ കൂടി പശ്ചാത്തലമായിരുന്നു.